You are under arrest എന്നുള്ള റൗണ്ട് ആണ്. Ipa. Oh, okay. And Aju Varghese is under arrest. You are under arrest. ശരി, മൈ ക്വസ്റ്റ്യൻ ഇസ് മലർവാടി ആർട്സ് ക്ലബ് മുതൽ തട്ടത്തിന് മറയത്ത് വരെയുള്ള കാലഘട്ടത്തിന്, ആ ഇടയിലുള്ള കാലഘട്ടത്തിന് എങ്ങനെ റേറ്റ് ചെയ്യും? സ്ട്രഗ്ലിംഗ് ഫേസ് ആണ്, ഇപ്പോഴും മാറിയിട്ടില്ല. അത് തീർച്ചയായിട്ടും അങ്ങനെ മാറിയാൽ ശരിയാവില്ലല്ലോ. ആ കടന്നു പോകേണ്ട പൈപ്പ് വെള്ളം കുടിച്ച് നടക്കേണ്ട കാലം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു സ്ട്രഗ്ലിംഗ് എല്ലാത്തിനും അതിൻ്റെതായ ഒരു രീതിയുണ്ട് അല്ലേ. അത് കടന്ന ഞാൻ നെവിനും കൂടെ ഇടയ്ക്ക് സംസാരിക്കാൻ പറയുന്ന പോലെ പണ്ട് നമ്മളിപ്പോൾ കാണുന്ന താരങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ, അത് റിയൽ സ്റ്റാർസ് ഇൻ ദ സെൻസ് റിയൽ നടന്മാർ, അവർ കടന്നുപോയ വഴികൾ എന്താ, ചെറിയ സിനിമകൾ, ഫ്ലോപ്പായ സിനിമകൾ, വലിയ ക്യാരക്ടേഴ്സ്, അന്ന് ചെറിയ മാർക്ക്, അങ്ങനെ സമയമെടുത്താണ് വരേണ്ടത്. അല്ലാതെ ഇന്ന് ഒരു സിനിമ ചെയ്തു നാളെ ഓവർനൈറ്റ് സ്റ്റാർ അങ്ങനെ വന്നാൽ ശരിയാവില്ല ഷാനെ. അത് നമ്മൾ നോക്കുന്നത് എന്താണ്, ഇവരൊക്കെ കടന്നുപോയ വഴികൾ, ഇവർ കടന്നുപോയ ഓരോരോ അപ്സ് ആൻഡ് ഡൗൺസ്, അങ്ങനെ പോയി നമ്മളെ തന്നെ നമ്മളെന്താ പറയുക, നമ്മളെ തന്നെ സെറ്റാക്കുകയാണ് അല്ലേ. അങ്ങനെ പോകുന്ന ഒരു പാറ്റേണിനോട് എനിക്കിഷ്ടം. അപ്പോൾ യു എൻജോയ് ദ സ്ട്രഗ്ലിംഗ്? പിന്നെ തീർച്ചയായിട്ടും ഐ ആം സ്റ്റിൽ സ്ട്രഗ്ലിംഗ്. ഇപ്പൊ ഞാൻ പറയട്ടെ, സ്ട്രഗ്ലിംഗ് ഫേസ് മാറുന്ന എന്നാണ് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്നവന്, അതായത് അവൻ മരിക്കുമ്പോഴേ മാറുന്നുള്ളൂ അല്ലെ. അതുവരെ അവൻ നെക്സ്റ്റ് ക്യാരക്ടറിന് വേണ്ടിയുള്ള സ്ട്രഗിൾ അല്ലേ. സിനിമയിൽ വന്നു അജുവിന് കൂടുതൽ കിട്ടിയത് എന്ത്, പെയിൻ ഓർ ഗെയിൻ? ഞാൻ പറഞ്ഞില്ലേ, എന്നോട് വിനീത് ശ്രീനിവാസന്റെ സ്കൂളിൽ നിന്നായതുകൊണ്ടാവാം പെരുമാറ്റം എല്ലാവരിൽ നിന്നും വളരെ സ്വീറ്റ് ആയിരുന്നു. ഇൻഡസ്ട്രിയിലെ സീനിയേഴ്സ് തൊട്ട് ജൂനിയേഴ്സ് എല്ലാവരും അല്ലേ ഒരേപോലെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഭാഗ്യം എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഞാൻ പറയാൻ കാരണം അതാ നേരത്തെ, ആ ഒരു സ്കൂളിൽ നിന്ന് വന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതുവരെ എനിക്കെല്ലാം കിട്ടിയത് ഗെയിൻസ് തന്നെയാണ്. So that's Aju Varghese with us on You Are Under Arrest. ടൺ കണക്കിന് ഫൺ. വിനീത് ശ്രീനിവാസന്റെ ബാച്ച്മേറ്റ് ആണ്. വിനീത് ശ്രീനിവാസന്റെ കോളേജിലാണ് പഠിച്ചത്. വിനീത് ശ്രീനിവാസന്റെ സ്കൂൾ ഓഫ് മീഡിയ സ്റ്റഡീസിലെ പ്രൊഡക്റ്റ് ആണ്. ഷാൻ ആൻഡ് അജു വിത്ത് യു ആൻഡ് ഹിയർ വി ഗോ. വിനീത് ശ്രീനിവാസൻ അജുവിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്തായിരുന്നു? പ്രൊഫഷണൽ കോളേജുകളിൽ സിനിമ സംസാരിക്കുന്ന ആളുകൾ കുറവാണ്. എന്റെ ഒരു ഭാഗ്യം വെച്ച് എന്റെ ചുറ്റുള്ള സുഹൃത്തുക്കളെല്ലാം സിനിമ ഇഷ്ടമായിരുന്നു. ഹരിഹർ നഗർ 50 പ്രാവശ്യത്തിൽ കൂടുതൽ പോയിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കരമായ ഒരു സപ്പോർട്ടാണ്. പക്ഷെ സിനിമയുടെ ആദ്യ എന്താ പറയുക ഒരു റിയൽ സൈഡ് അറിയാവുന്ന ഒരേ ഒരാൾ വിനീതാണ്. അപ്പൊ ആ ഡിസ്കഷൻസിന് വിനീത് എപ്പോഴും എൻകറേജ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിശേഷം. ഏത് കോളേജിലായിരുന്നു? ഹിന്ദുസ്ഥാൻ കോളേജ്. എവിടെയായിരുന്നു? മദ്രാസ്. ആദ്യത്തെ ദിവസം വിനീതിനെ കണ്ടത് എങ്ങനെയായിരുന്നു? ഞാൻ പുറത്തു വെച്ചാ കണ്ടത്. റാഗിങ്ങിന് കണ്ടില്ല? റാഗിങ്ങിന് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വിനീതിനെ ഫസ്റ്റ് കാണുന്നത് പുറത്തു വെച്ചാ. വിനീതിനെ റാഗ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? വിനീത് റാഗിന്നൊക്കെ രക്ഷപ്പെടുമല്ലോ. കോളേജ് പഠിച്ച സമയത്ത് എന്നോട് ചിന്താവിഷ്ടയ ശ്യാമളയിലെ ഡയലോഗ് എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. അത് കേൾക്കട്ടെ. മുടി ചീകുമ്പോ ഏത്തപ്പഴം വരും അല്ലേ. എന്റെ ഭാര്യക്ക് ഇത്രയും സിംബോളിക്കലായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പറയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ സീനിയേഴ്സ് വിളിച്ച് വിനീതിനെ കൊണ്ട് പാട്ട് പഠിക്കും, അന്നേ പാട്ട് പാടും. പിന്നെ ശ്രീനി സാറിന്റെ പവിഴമല്ലി ഇമിറ്റേറ്റ് ചെയ്യിപ്പിക്കും. പവിഴമല്ലി എന്നെ കൊണ്ട്. അപ്പൊ അച്ഛന്റെ ഒരു നടത്തമുണ്ടല്ലോ, ഇങ്ങനെ ചാടിച്ചാടിയുള്ള നടത്തമുണ്ടല്ലോ, പോക്കറ്റിൽ കയറിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പവിഴമല്ലി ഒന്ന് പാടോ ആ സ്റ്റൈലില്? പവിഴമല്ലി പുത്തുലഞ്ഞ നീലവാനം ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി ഇതൊക്കെ ചെയ്തിട്ട് അങ്ങ് എസ്കേപ്പ് ചെയ്തു. അല്ലെങ്കിൽ പുള്ളി ഞാൻ നോക്കുമ്പോൾ പുള്ളി ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ സീനിയേഴ്സിനെ ഇവിടെ ഒരു ഫ്ലോറിൽ കണ്ട പുള്ളി ആ സൈഡ് സ്റ്റെപ്പ് വഴി കയറി പുള്ളിയുടെ ക്ലാസ്സിൽ. അജു ആണെങ്കിലോ എന്നെ പിടിച്ച് എപ്പോഴും അടി തുടങ്ങിയിട്ടുണ്ടാവും. കക്ഷി എവിടുന്ന് വന്നു? ഈ പെൺകുട്ടി എവിടുന്ന് വന്നു? പെൺകുട്ടി ദിവ്യ നമ്മളുടെ ജൂനിയർ ആയിരുന്നു. അതേ കോളേജ് കമ്പ്യൂട്ടർ സയൻസില്. അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടമായത് എനിക്കൊരു പാട്ടിന്റെ ഒരു സംഭവത്തിലാണ്, ഓഡിറ്റോറിയത്തിലെ ഒരു സീക്വൻസിലാണ്. വിനീതിന് ഇങ്ങനെ ലൈൻ ഉണ്ടെന്ന് എപ്പോഴാണ് അറിഞ്ഞത്? വിനീത് തന്നെ പറയുമായിരുന്നു. നമ്മുടെ സെക്കൻഡ് ഇയറിൽ ദിവ്യയെ വിനീത് കണ്ടിട്ട് ഞാൻ ദിവ്യ ഒരു ദിവസം റാഗ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. ഒന്നല്ല പാട്ട് പഠിക്കാൻ, ദിവ്യം പാടും, നന്നായി പാടും. അപ്പം അത് കഴിഞ്ഞിട്ട് അജു ദിവ്യ റാഗ് ചെയ്യരുത്. നമ്മുടെ ജൂനിയർ ആണല്ലോ, അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ വിനീത് സൈഡിൽ കൂടെ പോയി. അത് ഞാൻ മെസ്സി പോയി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ. അപ്പം വിനീത് വിളിച്ചു, അളിയാ ഇതുപോലെ ദിവ്യ ഇതേപോലെ. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. പിന്നെ ഞാൻ അധികം ചോദിച്ചു മെനക്കെടുത്താറില്ല. ഈ ബാച്ചലർ പാർട്ടി ഉണ്ടായിരുന്നോ വിനീത് ശ്രീനിവാസന്റെ കല്യാണം? ഇല്ല, നമ്മള് നടത്തി. പുള്ളി ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ, പുള്ളി ഈ പറയുന്ന പോലെ അങ്ങനെയൊക്കെ ഇല്ലാത്ത ഒരാളാ. വിനീതിന്റെ വൈഫിന് പഴയ ജൂനിയറിന് വിനീത് ശ്രീനിവാസൻ എന്ന ക്ലാസ്മേറ്റിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കാൻ? എനിക്ക് എന്തെങ്കിലും അവനെ കുറിച്ചൊരു കുറ്റം പറയാൻ ഒരു അവസരം അവൻ തരണേ. അതായത് ഈ എല്ലാം എന്താ പറയാ, ഒന്നും ഇല്ല പറയാൻ. യെസ്. വിനീത് ഈ അടുത്ത് ദുബായിൽ നടന്നൊരു അവാർഡ് നൈറ്റില് മാൻ ഓഫ് ദി ഇയർ അവാർഡ് ആയിരുന്നു വിനീതിന് ഉണ്ടായിരുന്നത്. അത് തീർച്ചയായിട്ടും ഡിസേർവിംഗ് ആണ് എല്ലാ രീതിയിലും. വിനീത് സ്കൂൾ ഓഫ് മീഡിയ സ്റ്റഡീസ് എന്താണ്? അഭിമാനത്തോടെ തന്നെ പറയുന്നു. കാര്യം വിനീത് സ്കൂൾ ഓഫ് മീഡിയ സ്റ്റഡീസിൽ സിനിമ മാത്രമല്ല അവിടെ ജീവിതവും പഠിക്കാം. ഇത് ക്ലബ് എഫ്എം അജു വർഗീസ് ഓൺ സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ.
ഹായ്, ഞാൻ അജു വർഗീസ് ഓൺ സ്റ്റാർ ജാം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടക്കുന്ന കുറച്ച് കേരളത്തിലെ കാര്യങ്ങൾ ഞാൻ പറയാം. ഇതെന്താ വരാത്തേന്ന് ഞാൻ നോക്കി. ഞാൻ അതില്ലാന്ന് വിചാരിച്ചാൽ ഞാൻ സന്തോഷത്തോടെ. ഓട്ടോ സമരമാണ് കേരളത്തില്. ടാക്സി ഓട്ടോ സമരം. അജു ഒരുപാട് നാടുകളിൽ ഓട്ടോ കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഓട്ടോയിൽ വഴക്കിട്ടിട്ടുണ്ടാവും. വഴക്കിട്ടിട്ടുണ്ട്. ഏറ്റവും നല്ല ഓട്ടോക്കാർ ഏതാണ്, തമിഴ്നാട് ഒരു കേരളം? എവിടെയും വിളിച്ചാൽ നമ്മൾ നിന്നാൽ മതി ഓട്ടോ വരുന്ന സ്ഥലം തമിഴ്നാട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തമിഴ്നാടാണ് ഒരു തരത്തിൽ നല്ലത്. പക്ഷെ റേറ്റിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും കേരളം തന്നെയാണ്. തമിഴ്നാട്ടിലെ ഓട്ടോ ഓർമ്മകളൊന്നും അയവർക്കും. ഓട്ടോ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറയാ, നോക്ക് വില എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണ് പറയുന്ന വില. കയറി കഴിഞ്ഞാൽ വിലയൊന്നും ചോദിക്കാൻ പാടില്ല. തമിഴ് സ്റ്റൈലിൽ എങ്ങനെ എങ്കിൽ പോണ സാർ സൈതാപ്പേട്ട എവിടെ ഉണ്ടോ? ഇല്ലല്ല, നിങ്ങൾ ഇറങ്ങി. അപ്പൊ നമ്മൾ ഈ പറയുന്ന സൈതാപ്പേട്ട എന്ന് പറയുന്നത് ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങി അകത്ത് വാ. അപ്പൊ നമ്മൾ എത്താൻ ഇല്ലല്ല സാർ, നിങ്ങൾ ഇറങ്ങി. സൈതാപ്പേട്ട ചിലപ്പോൾ ഈ പറയുന്ന 2 കിലോമീറ്റർ ദൂരത്തിലേ ഉണ്ടാവുള്ളൂ. ഈ 2 കിലോമീറ്ററിന് അവിടെ ചെന്നിട്ട് പുള്ളി എവിടെ വെച്ചാ സാർ 120 അല്ലെങ്കിൽ 75, ഇതൊക്കെ താന്നൊരു പിടിയില്ല. എന്നിട്ട് തിരിച്ച് നിങ്ങൾ എന്ത് പറയും? അപ്പൊ ഞാൻ പറയാം അത് ശരിയാവുന്ന ഒരു 50, അതായത് ഈ 75 അല്ലെങ്കിൽ 120 പറയുന്നത് നമ്മൾ 50 ആക്കി നമ്മൾ സംസാരിച്ചാണെങ്കിൽ നമുക്ക് 25 വരെ കിട്ടും. അതാണ് അവർ ഈ കയറി ഇത്രയും അടിക്കുന്നത്. അടുത്തത് അജുവിന്റെ ലൈഫുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു കഥ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച പേപ്പറിൽ വന്നിരുന്നു. എന്താണ്? മൊബൈലിലൂടെ ഒരു പെൺകുട്ടി ഒരാളെ പ്രണയിച്ചു. കുറെ കാലത്തിന് ശേഷം അവർ കണ്ടുമുട്ടാൻ തീരുമാനിച്ചു. നേരിട്ട് കണ്ടപ്പോ പയ്യൻ 70 വയസ്സായിട്ടുള്ള ഒരു വൃദ്ധനാണ്. അയ്യോ, അപ്പൊ ഇവര് സംസാരിച്ചിട്ടില്ലേ? സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം യുവാവായിരുന്നു, നേരിട്ട് കണ്ടപ്പോൾ വൃദ്ധനായിരുന്നു അത്ര. പക്ഷെ എന്റെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അജു തട്ടത്തൻ മറയത്തിലെ അദ്ദു ചിഞ്ചുവിന്റെ അടുത്തും മഞ്ജുവിന്റെ അടുത്തും ഫോണിൽ സംസാരിക്കുന്ന പോലെ റിയൽ ലൈഫിൽ കാണാത്ത ഒരു പെൺകുട്ടിയെ ഫോണിൽ പ്രണയിച്ചിട്ടുണ്ടോ? പിന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രണയം എന്ന് പറയാൻ പറ്റില്ല. പ്രണയം എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടല്ലോ. ഇഷ്ടം തോന്നിയിട്ടുണ്ട്. കാണാണ്ടുള്ള പിന്നെ റിലേഷൻഷിപ്പ് ഇസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്? ലിമിറ്റ്സിലാണെങ്കിൽ തെറ്റില്ല. അജു എപ്പോഴെങ്കിലും MUTTA മുത്തേ എന്ന ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടോ ഫോണിൽ? പിന്നെ എത്ര പ്രാവശ്യം മുത്തേന്ന് അയച്ചിട്ടില്ല, കുട്ടാന്ന് അയച്ചിട്ടുണ്ട്. കുട്ട? അതെ. എന്താ കുട്ട? അതെ. ഇത് ക്ലബ് FM, ഇത് സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. So Star Jam എന്ന ഷോ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. എന്റെ കൂടെ ഉണ്ട് അജു വർഗീസ്. I loved it. എനിക്ക് വയ്യ. എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റാർ ജാം? നന്നായിരുന്നു. ഈ പ്രാവശ്യം ഒരുപാട് നമ്മള് സംസാരിച്ചു. തട്ടത്തൻ മറയത്ത് 125 ദിവസം ഫിനിഷ് ചെയ്യണം. And that's why you are here. പെണ്ണ് ഒരു അത്ഭുതമാണോ? എപ്പോഴും ഒരു അത്ഭുതമല്ല. കാര്യം കല്യാണം കഴിഞ്ഞ 2-3 ഫ്രണ്ട്സ് അറിഞ്ഞു. ചില സമയത്ത് അതൊരു പേടി സ്വപ്നമാണ്. അത് തീർച്ചയായിട്ടും ഒരു അത്ഭുതമാണ് ഏതൊരാണിനും. അടുത്ത് പരിചയപ്പെട്ട് കഴിയുമ്പോ അറിയാം. അജു പരിചയപ്പെട്ട പെൺകുട്ടികളൊക്കെ അത്ഭുതങ്ങളായിരുന്നു. കാര്യം ഞാൻ അവരുടെ അടുത്തങ്ങോട്ട് പരിചയപ്പെടാത്തതുകൊണ്ട് ഇതുവരെ എല്ലാവരും ചുറ്റുമുള്ള അത്ഭുതങ്ങളായിട്ട് തന്നെ നിലനിൽക്കുന്നു. അജുവിന്റെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ പെണ്ണിന് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ? ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. കാര്യം ഞാൻ ആഗ്രഹിച്ചത് വേറൊന്നുമല്ല, ഞാൻ ഇത്രയും മാത്രം ഒരാളെ കാണണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ത്രീ, അതായത് ഒരു വ്യക്തിത്വം ശോഭന മാഡമാണ്. ഒരാളെ പോലും കാണണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോഴും നടന്നിട്ടില്ല. തീർച്ചയായിട്ടും നടക്കും എന്ന് ആഗ്രഹിക്കുന്നു. പെണ്ണ് ഒരു അത്ഭുതമാണെങ്കിൽ ആണ് എന്താണ്? അതിശയല്ലേ? അതെ. പിന്നെ അത് എന്നോടല്ല ചോദിക്കേണ്ട. കാര്യം ആണ് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാറും. അപ്പം അതൊരു പെണ്ണെ വിളിച്ചാൽ നമുക്ക് ചോദിക്കാം. ഡിഫൈൻ ആണും പെണ്ണ് രണ്ട. എന്തൊക്കെ ഈക്വാലിറ്റി വേണമെന്ന് പറഞ്ഞാലും ആണ് ക്യാരി ചെയ്യാൻ പറ്റുന്ന അത്രയും ഇമോഷൻസ്, അല്ലെങ്കിൽ അവന് അത്രയും പേഷ്യൻസ്, അല്ലെങ്കിൽ അവന് അത്രയും പെൺകുട്ടിക്ക് പറ്റില്ല. അതുപോലെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പലതും നമുക്ക് പറ്റില്ല. ഒരിക്കലും ഒരു ബർത്ത് കൊടുക്കാൻ പറ്റില്ല. വലിയൊരു അനുഗ്രഹമാണത്. ഇപ്പൊ ഈ പറയുന്ന എല്ലാം ഒരുപോലാണെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പില്ല. ഇനി അജു ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഞാനോ? ഫേസ്ബുക്കിലെ ക്ലബ് FM കോൺടെസ്റ്റ് ഉള്ള പേജിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും. ഓക്കെ. ആൻഡ് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് തട്ടത്തിൻ മറയത്തിന്റെ ഒരു DVD. അതിൽ അജു വർഗീസിന്റെ ഓട്ടോഗ്രാഫ് ഉണ്ടാവും. അതുണ്ടാവും. സോ അജു എന്താണ് അതിൽ എഴുതാൻ പോണേ? ഞാൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് എഴുതുക. താങ്ക് യു സോ മച്ച്. നൗ യുവർ ക്വസ്റ്റ്യൻ. ഞാനൊരു ചോദ്യം ചോദിക്കാം ഷാനെ. എന്റെ ഹൈറ്റ് എത്രയാണ്? ലോകത്തുള്ള എല്ലാവരും ചോദിക്കുന്ന ആ ചോദ്യം. അതെ, അത് ഒന്ന് പറയാം. അതെ. ഓപ്ഷൻ A 5'5". ഓപ്ഷൻ B 5'8". ഓപ്ഷൻ C 5'4". Alright, so right answers posted. It's a beautiful question. അതെ. ഇല്ലാത്തവർക്ക് അതൊക്കെ പറയുന്നില്ലേ. ടൺ കണക്കിന് ഫൺ.